എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ കർമ്മങ്ങളെയും ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 26 നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നാരദ മഹർഷി പ്രാചീന ബർഹിസിന് തത്വജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതിനായിട്ട് ഒരു കഥാരൂപത്തിൽ പുരഞ്ജന രാജാവിൻ്റെ ചരിതം പറഞ്ഞുകൊണ്ടാണ് ആ തത്വത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ പുരഞ്ജന രാജാവിൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. രാജാവ് കൂടുതൽ സുഖസൗകര്യങ്ങളുള്ള സ്ഥലം അന്വേഷിച്ച് നടന്ന് മനോഹരമായ ഒരു താഴ്വര കണ്ടു. അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവരൊരുമിച്ച് 100 വർഷം ആ താഴ്വരയിൽ സുഖമായി ജീവിച്ചു. അദ്ദേഹം പൂർണ്ണമായിട്ടും ഭാര്യ എന്താണോ പറയുന്നത് അതിനോട് ചേർന്നുകൊണ്ട് ഭാര്യയുടെ ഒരു അടിമയെ പോലെ ഭാര്യ എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെയുള്ള പ്രവർത്തികൾ ചെയ്ത് ഒരു അടിമയായിട്ട് കഴിയുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോകവേ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അടുത്തതായിട്ട് അതാണ് നമ്മൾ അധ്യായം 26 കാണുന്നത്. പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവർ അത് കണ്ടിട്ട് രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത് കേട്ടോ. ശ്ലോകം 1, 3 1, 2, 3 ഈ 3 ശ്ലോകങ്ങളും ഒരുമിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാരദ ഉവാച. അപ്പം നാരദ മഹർഷി പ്രാചീന ബർഹിസിനോട് പറയുകയാണ്. സഹ ഏകദ മഹേശ്വാസോ രഥം പഞ്ചാശ്വം ആശുഗം ദ്വിഷം എന്ന് വെച്ചാൽ ദ്വിഇഷം ദ്വിചക്രം ഏക അക്ഷം ത്രിവേണും പഞ്ചബന്ധുരം ഏകരശ്മി ഏകദമനം ഏകനീഢം ദ്വികൂബരം പ്രഹരണം സപ്തവരൂധം പഞ്ചവിക്രമം ഹൈമോ ഉപസ്കരം ഹൈമോ ഉപസ്കരം ആരൂഹ്യ സ്വർണ വർമ്മ അക്ഷയ ഈഷുതി. ഹൈമോ ഉപസ്കരം ആരൂഹ്യ സ്വർണ വർമ്മ അക്ഷയ ഈഷുതി ഏകദശം ചമൂനാഥ പഞ്ചപ്രസ്ഥം അഗാധ വനം. ഏകദശം ചമൂനാഥ പഞ്ചപ്രസ്ഥം അഗാധ വനം. അപ്പം അർത്ഥം നോക്കാം. സഹ ആ പുരഞ്ജന രാജാവ് അങ്ങനെ ഭാര്യയോടൊപ്പം സുഖമായി ജീവിക്കെ ഏകത ഒരു ദിവസം മഹാ ഈശ്വാസ അതായത് മഹേശ്വാസ എന്ന് വെച്ചാൽ ആ ഒരു അതായത് അമ്പും വില്ലും കയ്യിലേന്തിയിട്ട് അതായത് മഹാധനുർധാരിയായ അദ്ദേഹം ഒരു രഥത്തിൽ അശ്വം ഞാൻ രഥത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. 5 കുതിരയെ പൂട്ടിയ ആശുകം അതിവേഗത്തിൽ പായുന്ന ദ്വിഷം അതായത് 2 ശരങ്ങൾ ഉള്ള ദ്വിചക്രം 2 ചക്രങ്ങളുള്ള ഏക അക്ഷം ഒരേയൊരു അച്ചാണിയിൽ നിൽക്കുന്ന ത്രിവേണും 3 കൊടികൾ സ്ഥാപിച്ചിട്ടുള്ള പഞ്ചബന്ധുരം 5 കെട്ടുകളോട് കൂടിയ ഏകരശ്മി അതായത് ഒരു കടിഞ്ഞാണും ഏകദമനം ഒരു സാരഥിയും ഉള്ള ഏകനീടം ഒരേ ഒരു ഇരിപ്പിടമേ ഉള്ളൂ ആ രഥത്തിൽ ഒരേ ഒരു ഇരിപ്പിടം ആ രഥത്തിൻ്റെ വർണ്ണനയാണ്. ദ്വികൂബരം അതായത് ഒരേ ഒരു ഇരിപ്പിടവും ദ്വികൂബരം എന്ന് വെച്ചാൽ പടക്കോപ്പുകൾ ഉറപ്പിച്ചുള്ള പടക്കോപ്പുകളൊക്കെ വെക്കാനുള്ള സ്തൂപങ്ങളും ആ രഥത്തിലുണ്ടായിരുന്നു. അതും ഇനി പഞ്ചഹരണം എന്ന് വെച്ചാൽ പഞ്ചപ്രഹരണം എന്ന് വെച്ചാൽ 5 വിധത്തിലുള്ള ആയുധങ്ങളും സപ്തവരൂധം അതായത് 7 കവചങ്ങളും ഇനി പഞ്ചവിക്രമം 5 വിധത്തിലുള്ള വിക്രമം അതായത്
പ്രക്രിയകളുള്ളതും 5 വിധത്തിലുള്ള പ്രക്രിയകൾ ചെയ്യാൻ കഴിയുന്നതുമായ ആ ഒരു രഥം. അതിൻ്റെ പ്രത്യേകത ഹൈമ ഉപസ്കരണം ആരൂഹ്യ, സ്വർണം കൊണ്ട് അലങ്കരിച്ച ആ രഥം ആരൂഹ്യ, ആ രഥത്തിൽ ഈ ഒരു പുരഞ്ജന രാജാവ് കയറിയിട്ട് സ്വർണ്ണവർമ്മ അക്ഷയ ഈഷുതി, സ്വർണ്ണവർമ്മം സ്വർണ്ണത്തിന് നിറമുള്ള വർമ്മ എന്ന് വെച്ചാൽ പടച്ചട്ടയണിഞ്ഞ് അക്ഷയ ഈഷുതി ഒരിക്കലും ക്ഷയിക്കാത്ത, അതായത് എപ്പോഴും അമ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഒരു ആവനാഴിയോടും പിന്നെ സ്വർണത്തിൻ്റെ പടച്ചട്ടയും ഉണ്ടായിരുന്നു. ഏകദശ ചമൂനാഥ, ഏകദശം 11 ചമൂനാഥ സൈന്യാധിപന്മാരോടൊപ്പം പഞ്ചപ്രസ്ഥം വനം, പഞ്ചപ്രസ്ഥം എന്നു പേരുള്ള വനത്തിലേക്ക് അഗാധ ഒരു ദിവസം പോയി. നായാട്ടൊരു വിനോദമായിട്ട് അദ്ദേഹം പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ അങ്ങനെ പുരഞ്ജന രാജാവ് ആ രഥത്തിൻ്റെ പ്രത്യേക വർണ്ണനയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 5 കുതിരയെ പൂട്ടിയ അതിവേഗം പായുന്ന 2 ശരങ്ങളും 2 ചക്രങ്ങളും ഒരേ ഒരു അച്ചാണിയുമുള്ള 3 കൊടികൾ സ്ഥാപിച്ച 5 കെട്ടുകളോട് കൂടിയ ഒരു കടിഞ്ഞാണും ഒരു സാരഥിയും ഒരേ ഒരു ഇരിപ്പിടവും ദ്വികൂപരം എന്ന് വെച്ചാൽ പടക്കോപ്പുകളുടെ സ്ഥാപിക്കാനുള്ള സ്തൂപങ്ങളും പഞ്ചപ്രഹരണം പല വിധത്തിലുള്ള 5 വിധത്തിലുള്ള ആയുധങ്ങൾ, 5 വിധത്തിലുള്ള കവചങ്ങൾ, 5 വിധത്തിലുള്ള പ്രക്രിയകൾ, പിന്നെ സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു രഥത്തിലേക്ക് കയറുമ്പോൾ സ്വർണത്തിൻ്റെ പടച്ചട്ടയും ഒരിക്കലും ക്ഷയിക്കാത്ത ആവനാഴിയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ 11 സേനാനായകന്മാരോടൊപ്പം അദ്ദേഹം പഞ്ചപ്രസ്ഥം എന്ന വനത്തിലേക്ക് നായാട്ടിനായി പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കഥാരൂപത്തിൽ ഒരു കഥ കേൾക്കുന്ന പോലെ കേൾക്കുക. ഇപ്പം ഇതിൻ്റെ തത്വം നമ്മളായിട്ട് ആലോചിക്കേണ്ട ഭാഗവതം തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പം നമുക്ക് കഥ കേൾക്കുന്ന പോലെ കേൾക്കാം. ശ്ലോകം 4. ആസുരീം വൃത്തിം ആശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹ നിഹനൻ നിശിതൈ ബാണൈഹി വനേഷു വനഗോചരാൻ. ആസുരീം വൃത്തിയും അറിയാലോ, അസുരന്മാരുടേതായ പ്രവൃത്തിയെ ആശ്രിത്യ അദ്ദേഹം ചെയ്തു എന്ന്, അതായത് ഒരു ദയയും കൂടാത്ത പ്രവൃത്തി അദ്ദേഹം ചെയ്തു. ഘോരാത്മ ഭയാനകമായിട്ട്, നിരനുഗ്രഹ കാരുണ്യമില്ല അല്പം പോലും ഇല്ലാതെ, നിശിതൈ ബാണൈ തൻ്റെ മൂർച്ചയേറിയ അമ്പുകൾ കൊണ്ട് വനേഷു ആ വനത്തിൽ വനഗോചരാൻ ഇങ്ങനെ സുഖമായി ഇങ്ങനെ ചരിച്ചുകൊണ്ടിരുന്ന ആ മൃഗങ്ങളെ നെഹനൻ എന്ന് വെച്ചാൽ കൊന്നൊടുക്കി എന്നർത്ഥം. അപ്പോൾ വനത്തിൽ നായാട്ടിനായി പോയ പുരഞ്ജന രാജാവ് ഈ അസുരന്മാരുടെ പോലെയുള്ള പ്രവൃത്തി, അതായത് ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ആ വനത്തിൽ ഉല്ലസിച്ച് ജീവിച്ചിരുന്ന മൃഗങ്ങളെ അങ്ങ് കൊന്നൊടുക്കാൻ തുടങ്ങി. ശ്ലോകം അല്ല, ഞാൻ 4ാമത്തെ ശ്ലോകം അതല്ലല്ലോ അല്ലേ, തെറ്റി, ഒരു പേജ് തെറ്റി. ശ്ലോകം 4. ചചാര മൃഗയാം തത്ര ദൃപ്ത ആത്തേഷു കാർമുക ദൃപ്ത ആത്ത ഈശ കാർമുക വിഹായ ജായാം അദദർഹാം മൃഗ വ്യസന ലാലസ. ചചാര മൃഗായ നായാട്ടിനായിട്ടാണ് അദ്ദേഹം പോയത്. തത്ര അവിടെ, തൃപ്ത വളരെ ഗർവോടുകൂടി, ആത്ത ഈശ കാർമുക, ആത്തം എന്ന് വെച്ചാൽ എടുത്തു പിടിച്ചു, ഈശം എന്ന് വെച്ചാൽ അസ്ത്രങ്ങളും കാർമുകം വില്ലും. അപ്പം അമ്പും വില്ലും ഒക്കെ കയ്യിലേന്തിയിട്ട് ആ ഒരു ഞാൻ നായാട്ടിന് പോവുകയാണ് എന്ന ആ ഒരു ഗാംഭീര്യത്തോടു കൂടി അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് നായാട്ടിന് പോയി. വിഹായ ജായ എന്ന് വെച്ചാൽ ഭാര്യയെ വിട്ടിട്ട്, അദദർഹാം എന്നാൽ അതിന് അർഹതയല്ലാത്ത, അതായത് അങ്ങനെ ഇട്ടിട്ട് പോവാൻ യാതൊരു അർഹതയും ഇല്ല, അവളെ എപ്പോഴും കൂടെ കൂട്ടേണ്ടതാണ്, കാരണം എപ്പോഴും അങ്ങനെയാണ്, അവളെന്ത് ചെയ്യുന്നു അതുമാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന പുരഞ്ജന രാജാവ് ഈ സമയത്ത് നായാട്ടിന് പോയപ്പോൾ ഭാര്യയെ കൂടാതെ ഒറ്റയ്ക്ക് അങ്ങ് അവളെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഭാര്യയെ പിരിഞ്ഞു പോയി. മൃഗവ്യസന ലാലസ, മൃഗവേട്ട ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് അത് ചെയ്യാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അവളോട് പറയാതെ അവളെ കൂട്ടാതെ രാജാവ് അങ്ങനെ കാട്ടിലേക്ക് നായാട്ടിനായി പോയി. എന്നിട്ടാണ് ശ്ലോകം 5 ഈ അസുരന്മാരെ പോലെ യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ മൃഗങ്ങളെ അദ്ദേഹം കൊന്നൊടുക്കുകയും ചെയ്തു. ഇനി ശ്ലോകം 6. തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേധ്യാൻ പശൂൻ വനേ യാവത് അർത്ഥം അലം
യാവത് അർത്ഥം അലം ലുബ്ധഃ ഹന്യാദ് ഇതി നിയമ്യതേ യാവത് അർത്ഥം അലം ലുബ്ധഃ ഹന്യാദ് ഇതി നിയമ്യതേ. എന്നിട്ട് പറയാണ് തീർത്ഥേഷു പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ, അതായത് യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യാൻ, പ്രതിതിഷ്ഠേഷു അതായത് വേദവിധി പ്രകാരം യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ രാജ, ഇവിടെ രാജ എന്ന് വിളിച്ചത് നാരദ മഹർഷി പ്രാചീന ബർഹിസിനോട് പറയാൻ കേട്ടോ, അല്ലയോ രാജാവേ, വേദവിധി പ്രകാരം യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മേധ്യാൻ പശൂൻ വനേ വനത്തിൽ പോയി യജ്ഞകർമ്മങ്ങൾക്ക് മേധ്യാൻ ആ യജ്ഞം ചെയ്യുന്നതിന് പശൂൻ എന്ന് വെച്ചാൽ മൃഗങ്ങളെ യാവത് അർത്ഥം ആവശ്യമുള്ള മൃഗങ്ങളെ അങ്ങനെ കൊന്നൊടുക്കുക, വധിക്കുക, അതായത് ബലി കൊടുക്കുക എന്നുള്ളത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കർമ്മമാണ്. അതാണ് ഇവിടെ പറയുന്നത്. വേദവിധി പ്രകാരം പുണ്യകർമ്മങ്ങൾ ഇങ്ങനത്തെ യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് ബലി കൊടുക്കാൻ, മൃഗങ്ങളെ ബലി കൊടുക്കുക എന്നുള്ളത് ഒരു സാധാരണ കർമ്മമാണ്. പക്ഷെ അവിടെ പോലും യാവത് അർത്ഥം ആവശ്യമുള്ളത് മാത്രമേ, അതായത് ഒരു കർമ്മത്തിന് എത്ര ഒരെണ്ണമാണ് ബലി കൊടുക്കേണ്ടതെങ്കിൽ ഒരു മൃഗത്തിനെ ബലി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിനൊരു നിയന്ത്രണമുണ്ട്, ഒരു ക്രമീകരണമുണ്ട് ഓരോന്നിനും ഇത്ര എന്നുള്ളത്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ യാവത് അർത്ഥം ആവശ്യമുള്ളതിൽ ഏറെ അലം, അതായത് ഒരു യജ്ഞത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ മൃഗങ്ങളെ, അതൊരു ഹരമായിട്ട് പുരഞ്ജനന് തോന്നിയിട്ട് അതിലേറെ മൃഗങ്ങളെ അലം ലബ്ധഃ അതായത് ഒരുവന് വധിക്കാൻ കഴിയുന്നതിന് വേദം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു രാജാവിനെ യജ്ഞം നടത്തുമ്പോൾ മൃഗബലി കൊടുക്കാൻ വേദത്തിൽ അനുശാസിക്കുന്നതിലും ഏറെ ആവശ്യത്തിൽ അധികമായിട്ട് ഹന്യാദി ഇത് നിയമ്യതേ അതായത് നിയന്ത്രണങ്ങളില്ലാതെ അങ്ങ് കൊന്നൊടുക്കിയെന്ന് രാജാവ് ഇപ്പോൾ നായാട്ടിന് പോകുന്നു, യജ്ഞം നടത്താനായിട്ടുള്ള മൃഗങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതിന് പോലും ഒരു നിയന്ത്രണമുണ്ട്. ഒരു രാജാവിനെ യാഗം ചെയ്യുമ്പോൾ വധിക്കാൻ മൃഗങ്ങളുടെ എണ്ണത്തിൽ ഒരു ക്രമീകരണം വേദം പറയുന്നുണ്ട്. അതിലേറെ ആ ആവശ്യമുള്ളതിലേറെ ആയിട്ട് രാജാവ് മൃഗങ്ങളെ ആ കാട്ടിൽ ചെന്ന് ഒരു ദയയും കൂടാതെ അതുങ്ങളെയൊക്കെ വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നാരദ മഹർഷിയാണ് ഇവിടെ പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ് അതിൻ്റെ നന്മതിന്മകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 7 യ ഏവം കർമ്മനിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണ തേന രാജേന്ദ്ര ജ്ഞാനേന ന സ ലിപ്യതേ. യഹ ഏവം ഏതൊരു കർമ്മനിയതം അതായത് ഒരുവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം ഉണ്ടല്ലോ, വേദം പറയുന്ന പോലെ വേദവിധി പ്രകാരമുള്ള കർമ്മത്തെ വിദ്വാൻ ജ്ഞാനിയായ ഒരുവൻ മാനവ എന്ന് വെച്ചാൽ മനുഷ്യൻ കുർവീത ചെയ്യുമ്പോൾ എന്താണ് അവന് സംഭവിക്കുന്നത്? കർമ്മണ അപ്രകാരം കർമ്മം ചെയ്യുന്നതിലൂടെ തേന രാജേന്ദ്ര അല്ലയോ രാജാവേ, അതായത് ഇവിടെ പ്രാചീന ബർഹിസിനെ വിളിക്കുകയാണ് അല്ലയോ രാജാവേ, അങ്ങനെ കർമ്മം ചെയ്യുന്നതിലൂടെ അവന് ജ്ഞാനേന ജ്ഞാനം നേടാൻ സാധിക്കുകയും ന സ ലിപ്യതേ അവൻ ആ കർമ്മത്തിൽ ബന്ധനം ഉണ്ടാവുകയും ഇല്ല എന്ന്. അപ്പോൾ വേദം അനുശാസിക്കുന്ന പ്രകാരം ഓരോരുത്തർക്കും ഇപ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്യാം. മൃഗബലിയാണെങ്കിൽ ഇങ്ങനെ ഇത്ര മാത്രം, അതിന് ആ കാര്യത്തിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് നിയന്ത്രണം വെച്ച്, എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ, നിയന്ത്രണം വെച്ചുകൊണ്ട് ആ കർമ്മം ഒരുവൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവൻ്റെ ഉള്ളിലെ ജ്ഞാനം വർദ്ധിക്കുകയും അവന് കർമ്മത്തിനോടുള്ള നിന്നും ഒരു ബന്ധനം, അതായത് കർമ്മഫലത്തിൽ നിന്നും അവൻ മുക്തനാവുകയും ചെയ്യും. ഇത് വേദം അനുശാസിക്കുന്ന പ്രകാരം കർമ്മം ചെയ്താൽ. ഇനി അങ്ങനെ അല്ലെങ്കിൽ അതാണ് ശ്ലോകം 8 പറയുന്നത്. അന്യഥാ കർമ്മ കുർവാണഃ മാനാരൂഢഃ നിബധ്യതേ ഗുണപ്രവാഹപതിതഃ നഷ്ടപ്രജ്ഞഃ വ്രജത്യതഃ. ഇനി അന്യത ഇനി അല്ലാത്ത പക്ഷം കർമ്മ കുർവാണഃ അനിയന്ത്രിതമായിട്ട് സ്വന്തം ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്താൻ, അതിനെ സംതൃപ്തിപ്പെടുത്താൻ എത്രത്തോളം കിട്ടിയിട്ടും മതിയാവാത്തത്ര അനിയന്ത്രിതമായി ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മാനാരൂഢഃ മിഥ്യാഹങ്കാരത്താൽ നിബധ്യതേ കർമ്മഫലത്താൽ ബന്ധിതനാകുന്നു. ഞാൻ എന്ന അഹങ്കാരം, എൻ്റെ ആഗ്രഹം എന്ന് വിചാരിച്ച് അനിയന്ത്രിതമായി കർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ അവന് കർമ്മഫലത്താൽ ബന്ധിതനാകുന്നു എന്ന് വെച്ചാൽ അവയെ അനുഭവിക്കാൻ അവന് വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായി വരുന്നു. അങ്ങനെ ഗുണപ്രവാഹ പ്രതിതഃ ഭൗതിക പ്രകൃതിയുടെ സത്വരജതമോ ഗുണങ്ങളിൽ അകപ്പെട്ടിട്ട് നഷ്ടപ്രജ്ഞ വിവേകബുദ്ധി നഷ്ടപ്പെട്ട് വ്രജത്യത അവൻ താഴേക്ക്, അതായത് അധോലോകങ്ങളിലേക്ക്, മരണശേഷം അവൻ അധോലോകങ്ങളിലേക്ക് പോകുന്നു എന്ന്.
അപ്പോൾ രാജാവിന് പറഞ്ഞു കൊടുത്തു. കാരണം രാജാവ് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, പ്രാചീന ബർഹിസ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. നിരവധി മുട്ടിന് ഓടി നടന്ന് എല്ലായിടത്തും യാഗം യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുണ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഓരോ യാഗത്തിനും ഇത്ര മൃഗങ്ങളെ ബലി കൊടുക്കുക എന്ന് വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം അപ്പോൾ രാജാവ് എത്രമാത്രം മൃഗബലി നടത്തിയിട്ടുണ്ടാവും. ഇതൊരു പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ നീണ്ട്, നമ്മൾ ആരാണെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഒരു കർമ്മം യാഗം ചെയ്തു അതവിടെ നിർത്തുക. ഇതല്ല, രാജാവ് വീണ്ടും സത്കർമ്മങ്ങൾ, ഇതൊരു സത്കർമ്മമാണ്, എനിക്ക് കൂടുതൽ പുണ്യം കിട്ടും, എനിക്ക് സ്വർലോകം കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോവുകയാണ്. അതിലൊരു ആസക്തി വന്നിട്ട് അപ്പോൾ അത്രമാത്രം മൃഗങ്ങളെ അവിടെ ബലി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് അനിയന്ത്രിതമായ രീതിയിലാണ് രാജാവ് ചെയ്യുന്നത്. അതാണ് രാജാവിനോട് പറയുന്നത്, പ്രാചീന ബർഹിസ് യാഗത്തിനോ യജ്ഞത്തിനോ ആവശ്യമായ രീതിയിൽ വേദം അനുശാസിക്കുന്ന പ്രകാരമല്ല മൃഗങ്ങളെ വധിച്ചത്. അതൊരു ആസക്തി നിറഞ്ഞിട്ട് എല്ലാ മൃഗങ്ങളെയും ഒരു ദയയും കൂടാതെ ഒരുപാട് മൃഗങ്ങളെ അങ്ങോട്ട് കൊന്നൊടുക്കുക. അപ്പോൾ വേദം അനുശാസിക്കുന്ന പ്രകാരം കർമ്മം ചെയ്യുന്നവന് ജ്ഞാനം ഉള്ളിൽ വർദ്ധിച്ച് അവൻ കർമ്മഫലത്തിൽ നിന്ന് മുക്തനാവുകയാണ് ചെയ്യുക. പക്ഷേ വേദത്തിന് വിപരീതമായി അനിയന്ത്രിതമായി ഏതൊരു കർമ്മത്തിനും ഒരു പരിധി ഉണ്ടല്ലേ, അത് അനിയന്ത്രിതമായി അനുഷ്ഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ആ കർമ്മത്തിൽ അവനെ ബന്ധിതനാക്കുകയും അങ്ങനെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ പെട്ടുപോയിട്ട് ആ മായയിൽ ഉഴലി അവൻ അങ്ങനെ ജീവിച്ച കുറേ കർമ്മപ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ അധോലോകങ്ങളിൽ ചെന്ന് പതിക്കുകയും ചെയ്യും എന്ന് പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇനി പുരഞ്ജന രാജാവിൻ്റെ കഥയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 9. തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാജൈഹി ശിലീമുഖൈഹി വിപ്ലവഃ അഭൂത് ദുഃഖിതാനാം ദുസഹ കരുണാത്മനാം. തത്ര അങ്ങനെ ആ വനത്തിൽ വെച്ച് നിർഭിന്നഗാത്രാണാം ശരീരമൊക്കെ മുറിഞ്ഞിട്ട് ചിത്രവാജൈഹി പല വിധത്തിലുള്ള തൂവലുകൾ കെട്ടിയ ശിലീമുഖൈ അസ്ത്രങ്ങൾ തറച്ചിട്ട്, അപ്പം അദ്ദേഹത്തിൻ്റെ അസ്ത്രങ്ങളിൽ പലതരത്തിലുള്ള തൂവലുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. പല വിധത്തിലുള്ള തൂവലുകൾ കെട്ടിയ അസ്ത്രങ്ങൾ തറച്ച് ആ കാട്ടിലെ ഒരുപാട് മൃഗങ്ങൾ ശരീരത്തിൽ തുളച്ചു കയറിയിട്ട് ഒരുപാടെണ്ണം ഹനിക്കപ്പെട്ടു. അങ്ങനെ വിപ്ലവ ആ മൃഗഹിംസ അത് തന്നെ ഒരു എന്താ പറയുക ഒരു ഹരമായി എടുത്തിട്ട് അഭൂത് അങ്ങനെ അതിനെ കൊല്ലുന്നത് അദ്ദേഹത്തിനൊരു രസമായി മാറിയെന്ന്. ദുഃഖിക്കുന്നവരുടെ ദുസഹ സഹിക്കാൻ കഴിയാത്ത കരുണാത്മനാം എന്ന് വെച്ചാൽ കാരുണ്യശീലമുള്ളവർക്ക്, ദുഃഖിക്കുന്നവരുടെ ദുഃഖം കണ്ട കാരുണ്യം മനസ്സിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല അവരുടെ പ്രയാസം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയുള്ളവർക്ക് ഈ പുരഞ്ജന രാജാവ് മൃഗങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കുന്ന കാഴ്ച സഹിക്കാൻ പറ്റാതായി നിന്ന് അത്രയും മൃഗങ്ങളെ കൊന്നൊടുക്കുകയാണ് ഒരു കാരുണ്യം കൂടാതെ. അതാണ് തൻ്റെ അസ്ത്രങ്ങൾ തറച്ച മൃഗങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ തുളച്ചു കയറി ചോര വാർന്ന് ഇങ്ങനെ ജഡമായി കിടക്കുന്ന കാഴ്ച ഉള്ളിൽ കാരുണ്യമുള്ളവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാഴ്ചയായിരുന്നു. ശ്ലോകം 10. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരു ശല്യഗാൻ മേധ്യാൻ അന്യാൻ ച വിവിധാൻ വിനിഘ്നൻ ശ്രമം അധ്യഗാത്. ഇനി ഏതൊക്കെ മൃഗങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കിയതെന്ന്. ശശാൻ മുയലുകൾ, വരാഹാൻ പന്നികൾ, മഹിഷാൻ എരുമകൾ, ഗവയാൻ കാട്ടുപോത്ത്, രുരു കറുത്തമാൻ, ശല്യഗാൻ മുള്ളൻ പന്നി, മേധ്യാൻ അതായത് കേളി മൃഗങ്ങൾ, അന്യാൻ ഇനി മറ്റുള്ള വിവിധ തരത്തിലുള്ള മറ്റുള്ള മൃഗങ്ങളെയും വിനിഘ്നൻ വധിക്കുകയാൽ അദ്ദേഹം ഇങ്ങനെ അതായത് കാണുന്ന മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ അമ്പെയ്തിട്ട് വധിക്കുകയാണ്. അങ്ങനെ ശ്രമം അധ്യഗാത് വളരെ ക്ഷീണിതനായി തീർന്നു, വയ്യാണ്ടായി, കുറേ നേരം ഈ ഹിംസ ചെയ്യുന്നേ. അങ്ങനെ ഓടി നടന്ന മൃഗങ്ങളെ കൊന്നിട്ട് അദ്ദേഹം വളരെയധികം ക്ഷീണിതനായി. ശ്ലോകം 11. തതഃ ക്ഷുത് ത്രിഡ് പരിശ്രാന്തഃ നിവൃത്തഃ ഗൃഹം ഏയിവാൻ കൃതസ്നാന ഉചിതാഹാര സംവിവേശഗതക്ലമഃ. അങ്ങനെ തതഃ അദ്ദേഹത്തിന് വളരെ ക്ഷീണമായി. ക്ഷുത് ത്രിഡ് വിശപ്പും ദാഹവും പരിശ്രാന്തഃ എന്നിവ മൂലം അങ്ങേയറ്റം ക്ഷീണിതനായിട്ട് നിവൃത്ത നായാട്ട് അവസാനിപ്പിച്ച് ഗൃഹം ഏയിവാൻ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോന്നു. എന്നിട്ട് കൃതസ്നാന ശരിയായ രീതിയിൽ നല്ലൊരു കുളിയൊക്കെ കുളിച്ച് ഉചിതമായ ആഹാരവും കഴിച്ച് ഗതക്ലമഃ ക്ഷീണം വിശപ്പും ദാഹവും മാറിയപ്പോൾ സംവിവേശ അതായത് വിശ്രമിക്കാനായിട്ട് കിടന്നു എന്ന്.
അങ്ങനെ കിടന്നു. അപ്പോൾ വീട്ടിൽ അദ്ദേഹം കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യയെ കാണുന്നില്ല കേട്ടോ. നേരെ വന്നു, വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റാതെയല്ലേ, വേഗം പോയി കുളിച്ചു വന്നു, നല്ലോണം ഭക്ഷണം കഴിച്ചു, വിശപ്പും ദാഹവും മാറ്റിയിട്ട് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് അങ്ങ് കിടന്നു. അങ്ങനെ കിടന്നപ്പോഴാണ് എൻ്റെ ഭാര്യയെ കാണാനില്ലല്ലോ, അല്ലെങ്കിൽ രാജാവ് വരുമ്പോഴേക്കും ഓടി വരുന്ന പത്നിയെ കാണാനില്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചത്. അതാണ് ശ്ലോകം 12 പറയുന്നത്. ആത്മാനം അർഹയാൻ ചക്രേ ധൂപാലേ ധൂപ ആലേപ ശ്രഗാദിഭിः സാധു അലംകൃത സർവാംഗഃ മഹിഷ്യാം ആദധേ മനഃ. ആത്മാനം അർഹയൻ ചക്രേ, ആത്മാനം സ്വന്തം ശരീരത്തിലെ, അർഹയെ അതായത് വേണ്ട വിധത്തിൽ മാത്രം, ധൂപം എന്നുവെച്ചാൽ സുഗന്ധദ്രവ്യങ്ങൾ, ആലേപനം ചന്ദനം മുതലായവ, സ്രഗാദിപി പുഷ്പഹാരങ്ങൾ മുതലായവയൊക്കെ പുരട്ടി, അവ മാലയൊക്കെ ഇട്ട് ചന്ദനവും ധൂപങ്ങളൊക്കെ മേല് പുരട്ടിയിട്ട് വേണ്ട രീതിയിൽ, ഉചിതമായ രീതിയിൽ, അതാണ് അർഹയാൻ ചക്രേ, ഇവയെല്ലാം വേണ്ട രീതിയിൽ ചെയ്തിട്ട് സാധു അലം അതായത് വളരെ സാധു അലംകൃത അതായത് മനോഹരമായി അലങ്കരിച്ച്, എല്ലാ അവയവങ്ങളും നന്നായി അലങ്കരിച്ച്, മഹിഷ്യാം തൻ്റെ രാജ്ഞിയെ ആദതാ മനഃന്ന്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ ചന്ദനവും ധൂപങ്ങളൊക്കെ പരറ്റി പുഷ്പഹാരമൊക്കെ ചാർത്തി അങ്ങനെ നല്ല മനോഹരമായി ശരീരാവയവങ്ങളൊക്കെ അലങ്കരിച്ച് അങ്ങനെ വിശ്രമിക്കാനിരുന്നപ്പോഴാണ് പത്നിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത്. അതാണ് മഹിഷ്യാം ആദതേ മനഃ, മനസ്സിൽ മഹിഷിയെ പത്നിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അപ്പോഴാണ് അവൾ എവിടെയെന്ന് ഓർത്തത്. ശ്ലോകം 13. തൃപ്തഃ ഹൃഷ്ടഃ സുതൃപ്തശ്ച കന്ദർപ്പ ആകൃഷ്ടമാനസ ന വ്യചഷ്ട വരാരോഹാം ഗൃഹീണീം ഗൃഹമേദിനീം. തൃപ്തഃ അതായത് സംതൃപ്തനായിട്ട്, ഹൃഷ്ട സന്തോഷത്തോടെ, സുതൃപ്തഃ ച അതായത് ഭാര്യയെ ഓർത്തിട്ട് അങ്ങോട്ട് അത്യധികം ഭാര്യയോടുള്ള ആ ഒരു കാമാവേശത്തോടും കൂടി, കന്ദർപ്പ ആകൃഷ്ടമാനസ കാമദേവനാൽ ആകൃഷ്ടമായ മനസ്സോടുകൂടിയ ആ പുരഞ്ജന രാജാവ്, വരാരോഹം സുന്ദരിയും, ഗൃഹമേദിനിയും ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാൻ തന്നോടൊപ്പം കൂടിയ ഗൃഹിണി തൻ്റെ ഭാര്യയുമായ അവളെ ന വ്യചിഷ്ട അവിടെയൊന്നും കണ്ടില്ലല്ലോ എന്ന് കാണാതെ ഒന്ന് ശ്രദ്ധിച്ചു ചുറ്റും നോക്കി എന്ന് അതാണ് പറഞ്ഞത്. അപ്പോൾ നായാട്ടൊക്കെ കഴിഞ്ഞ് വേണ്ട കുറേ മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായി വീട്ടിൽ കൊട്ടാരത്തിൽ വന്നു കുളിച്ചു ഭക്ഷണം കഴിച്ചു. എന്നിട്ട് വിശ്രമിക്കാനൊക്കെ അങ്ങോട്ട് കിടന്ന് സന്തോഷവും സംതൃപ്തിയൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി ശരീരത്തിൽ ധൂപങ്ങളും ചന്ദനമൊക്കെ പരട്ടി അങ്ങ് കിടന്നപ്പോൾ പത്നിയെ ഓർത്തു. അപ്പോൾ പത്നിയോടൊരു കാമാസക്തി തോന്നുകയും ചെയ്തു. ആ സമയം സുന്ദരിയായ തൻ്റെ പത്നി ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ തനിക്ക് പാതിയായ തൻ്റെ ഭാര്യയെ ഇവിടെയൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു, ചുറ്റും നോക്കി. ആ സമയത്ത് അന്തഃപുര സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിക്കുകയാണ് ശ്ലോകം 14. അന്തഃപുര സ്ത്രീയഃ അപ്രച്ഛദ് വിമനാ ഇവ വേദിഷത് അഭിവഹ കുശലം രാമാഹ സ ഈശ്വരീണാം യഥാ പുരഃ. അപ്പം നേരിട്ട് അദ്ദേഹം അവൾ എവിടെ, എൻ്റെ പത്നി എവിടെ എന്ന്, നിങ്ങളുടെ രാജ്ഞി എവിടെ എന്ന് നേരിട്ട് ചോദിച്ചില്ല. എന്തോ ഒരു അസ്വാഭാവികത അത് പുരഞ്ജന രാജാവിന് അവിടെ ചെന്നപ്പോൾ തോന്നി. സാധാരണ അദ്ദേഹം പുറത്തു പോയി വരുമ്പോൾ പത്നി വരുന്നു, വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ പരിചരിക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കയറി വന്നപ്പോൾ ഭാര്യയെ കാണാനില്ല. എന്തോ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നി. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അന്തഃപുര സ്ത്രീകളോട് അപ്രച്ഛത് അദ്ദേഹം അന്വേഷിച്ചു. വിമന ഇവ, അതായത് വിമന ഇവ എന്ന് വെച്ചാൽ വിഷമം ഉള്ളവനെ പോലെ. വേദിഷത് എന്ന് വെച്ചാൽ ആ പ്രാചീന ബർഹിസ് രാജാവിനെ നാരദ മഹർഷി വിളിക്കുകയാണ്. വേദിഷത് അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ, ഒരു ഭാര്യയെ കാണാതെ വിഷമമുള്ളവനെ പോലെ പുരഞ്ജന രാജാവ് അന്തഃപുരത്തിലെ സ്ത്രീകളോട് അപ്രച്ഛത് അന്വേഷിച്ചത് ഇങ്ങനെയാണ്.
സഹ ഈശ്വരീണാം രാമ എന്ന് വെച്ചാൽ അല്ലയോ സുന്ദരിമാരായ സ്ത്രീകളെ, സഹ ഈശ്വരീണാം നിങ്ങളുടെ ഈശ്വരീണാം എന്ന് വെച്ചാൽ യജമാന സ്ത്രീ, അതായത് രാജ്ഞി സഹ എന്ന് വെച്ചാൽ രാജ്ഞിയോടുകൂടി നിങ്ങൾക്ക് യഥാപുര പണ്ടത്തെ പോലെ തന്നെ അഭിവാ കുശലം സുഖം തന്നെയല്ലേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കില്ലേ. രാജ്ഞിക്കും നിങ്ങൾക്കും, അതാണ് രാജ്ഞിയോട് കൂടി തോഴിമാരായ നിങ്ങൾക്കും ഇവിടെ ഈ അന്തപുരത്തിൽ പണ്ടുള്ളത് പോലെ, അതായത് ഞാനിപ്പോൾ ഈ നായാട്ടിന് പോകുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ എല്ലാം സുഖം തന്നെയല്ലേ എല്ലാവർക്കും എന്ന് കുശലം ചോദിക്കുകയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് അവരോട് ആ അന്തപുര സ്ത്രീകളോട് അങ്ങനെ അന്വേഷിച്ചത്. ശ്ലോകം 15. ന തഥാ ഏതർഹി രോചന്തി ഗൃഹേഷു ഗൃഹസമ്പദഃ യദി ന സ്യാദ് ഗൃഹേ മാതാ പത്നി വ പതിദേവത വ്യംഗേരത ഇവ പ്രാജ്ഞഃ കഃ നാമ ആസീത ദീനവത്. ന തഥാ ഏതർഹി, അതായത് മുന്നത്തെ പോലെ, ഏതർഹി എന്ന് വെച്ചാൽ ഈ സമയത്ത്, രോചന്തെ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം സന്തോഷമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഗൃഹേഷു ഈ ഗൃഹത്തിൽ, ഗൃഹസമ്പദ അതായത് ഗൃഹത്തിലെ സാമഗ്രികളൊക്കെ വേണ്ട പോലെ ഇല്ലേ, ഒരു വീട് കൊണ്ട് നടക്കുമ്പോൾ എന്തൊക്കെ വേണം വീടിനകത്ത്, അതൊക്കെ ആവശ്യത്തിനും വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും രോചന്തേ ഇവിടെ ഉചിതമായ രീതിയിൽ തന്നെയല്ലേ ഈ സമയത്ത് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. തഥാന്ന് വെച്ചാൽ മുന്നത്തെ പോലെ തന്നെ. ഇനി യദി ന സ്യാദ്, ഞാൻ അദ്ദേഹം പറയാണ് ഇവിടെ ഒരു കുറവ് എനിക്ക് കാണുന്നു എന്നതാണ് പറയുന്നത്. ഗൃഹേ ഒരു ഗൃഹത്തിൽ മാതാ അമ്മയായിട്ടോ പത്നിയായിട്ടോ പതിദേവത അതായത് പതിവ്രതയായ ഒരു ഭാര്യയുടെ രൂപത്തിലോ അമ്മയുടെ രൂപത്തിലോ ഒരു ഗൃഹത്തിൽ യദി ന സ്യാദ് ഒരു സ്ത്രീ ഇല്ലെങ്കിൽ, അതിന് എന്തിനു ഉദാഹരണമായിട്ടാണ് പറയുന്നത്, വ്യംഗേ രഥ ഇവ ചക്രമില്ലാത്ത രഥത്തിൽ പ്രാജ്ഞ എന്ന് വെച്ചാൽ അറിവുള്ള ഒരു മനുഷ്യൻ, കഹ ആരാണ്, നാമ ആസീത ദീനവത്ത് ദുഃഖത്തോടെ, അതായത് ദീനവത്ത് എന്ന് വെച്ചാൽ ദുഃഖത്തോടെ ആസീത ഇരിക്കാന്ന്. അപ്പോൾ ചക്രമില്ലാത്ത ഒരു രഥത്തിൽ കയറി ഇരുന്നിട്ട് എന്താ കാര്യം, എന്നിട്ട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ചക്രമില്ലെങ്കിൽ ആ രഥം മുന്നോട്ട് പോവില്ല. ആ ചക്രത്തിൻ്റെ സ്ഥാനമാണെന്ന് അത്രയും പ്രാധാന്യമുണ്ട് ഒരു ഗ്രഹത്തിൽ ഒരു സ്ത്രീക്ക്. അതൊരു അമ്മയുടെ രൂപത്തിലായാലും ഒരു പത്നിയുടെ രൂപത്തിലായാലും മകളുടെ രൂപത്തിലായാലും ഗ്രഹത്തിൽ സ്ത്രീക്ക് അത്രയും സ്ഥാനമുണ്ട്. സ്ത്രീ ഇല്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ ചക്രമില്ലാത്ത രഥത്തിൽ കരഞ്ഞുകൊണ്ട് ദുഃഖത്തോടെ കയറിയിരിക്കുക, മുന്നോട്ട് പോകാൻ പറ്റണില്ല, ദുഃഖത്തോട് കയറിയിരിക്കുന്നത് പോലെയാണ്. എന്നിട്ട് പറയാണ് പ്രാജ്ഞകഃ അറിവുള്ള ആരാണ് അങ്ങനെ ഇരിക്കുക, അറിവുള്ളവരാരും അത് ചെയ്യില്ല എന്ന്. ഒരു സ്ത്രീ ഇല്ലാത്ത ഒരു വീട്, അത് അറിവുള്ളവരാരും അത് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എൻ്റെ പത്നിയെ കാണുന്നില്ലല്ലോ, അപ്പോൾ അവൾ എവിടെ പോയി എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ശ്ലോകം 16. ക്വാ വർത്തതേ സാ ലലാന മജ്ജന്തം വ്യസനാർണവേ യാ മാം ഉദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പദേ പദേ. അദ്ദേഹം എന്നിട്ട് അവസാനം ചോദിക്കുകയാണ്, ക്വാ വർത്തതേ എവിടെയാണ് എന്ന് ഇപ്പോൾ, സഹ ലലാന എൻ്റെ ഭാര്യ, മജന്തം അതായത്, എന്നിട്ട് അദ്ദേഹം പറയാണ് മജന്തം എന്ന് വെച്ചാൽ മുങ്ങിത്താഴുക, വ്യസനാർണവം സംസാരത്തിലെ ദുഃഖസാഗരത്തിൽ മുങ്ങിത്താഴുമ്പോൾ, യഹ ആരാണോ മാം എന്നെ ഉദ്ധരിച്ച് ഊർജ്ജസ്വലനാക്കി കൊണ്ടുവന്നത്, പ്രജ്ഞാം എൻ്റെ വിവേകബുദ്ധിയെ ഉയർത്തിക്കൊണ്ടുവന്ന്, ദീപയന്തി പ്രകാശിപ്പിച്ചത്, പദേ പദേ എൻ്റെ ഓരോ ചുവടിലും ദുഃഖമാകുന്ന സാഗരത്തിൽ മുങ്ങിത്താഴുമ്പോൾ ആ സമയത്ത് എൻ്റെ ഓരോ ചുവടിലും എൻ്റെ ബുദ്ധിയെ പ്രചോദിതമായ എൻ്റെ വിവേകത്തെ പ്രകാശിപ്പിച്ച് എന്നെ അതിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നത്, ഉത്തേജിപ്പിച്ച് കൊണ്ടുവന്ന എൻ്റെ ആ ഭാര്യ അവൾ എവിടെയാണ് എന്ന് ആ സ്ത്രീകളോട്, അന്തഃപുര സ്ത്രീകളോട് പുരഞ്ജന രാജാവ് ചോദിച്ചു. അപ്പോൾ രാമ ഊജു, അതായത് രാമ അന്തഃപുര സ്ത്രീകൾ മറുപടി പറയാണ് കേട്ടോ. നരനാഥ ന ജാനീമ ത്വത്പ്രിയ യത് വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനാം പശ്യ ശത്രുഹാൻ. അപ്പോൾ പറയാണ്, അല്ലയോ നരനാഥ, അല്ലയോ രാജാവേ, പുരഞ്ജന രാജാവേ, ത്വത്പ്രിയ അങ്ങയുടെ പ്രിയയായ പത്നി, യത് വ്യവസ്യതി ഇപ്പോൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ന ജാനീമ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം എൻ്റെ പത്നിക്ക്, അങ്ങയുടെ പ്രിയ പത്നി എന്താണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
എന്നിട്ട് പറയാണ്, ഭൂതലേ, അങ്ങ് ആ തറയിൽ നിരവസ്ഥാരെ, ഒരു വിരി പോലും വിരിക്കാതെ ശയാനാം കിടക്കുന്ന അവളെ, ശത്രുഹൻ, ശത്രുക്കളെ ഹനിക്കുന്ന രാജാവേ, പശ്യ, അങ്ങൊന്ന് കാണൂ എന്ന്. അപ്പോൾ അങ്ങയുടെ പത്നിക്ക് ഇപ്പം എന്താ പറ്റിയത്, ഇങ്ങനെ എന്തുകൊണ്ടാണ് പെരുമാറുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതാ അങ്ങ് നോക്കൂ, ആ നിലത്ത് ഒരു വിരി പോലും വിരിക്കാതെ അങ്ങയുടെ പത്നി ആ നിലത്ത് കിടക്കുന്ന ആ കിടപ്പ് അങ്ങൊന്ന് കാണൂ എന്ന്. ഇതുപോലൊരു കിടപ്പ് കിടന്നിരുന്ന ഒരാൾ, അതാരായിരുന്നു എന്ന് ഓർമ്മയുണ്ട? കൈകേയി അല്ലേ? സ്ത്രീയുടെ ആ വാശി ഉണ്ടല്ലോ, ആ ആഗ്രഹം സാധിക്കാനുള്ള ആ വാശി, അതാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ ഒരു പിണക്കം നടിച്ച് ആ വാശി പിടിച്ച് നിലത്ത് ഒരു വിരി പോലും വിരിക്കാതെ അങ്ങോട്ട് കിടക്കുകയാണ്. അത് അങ്ങൊന്ന് കാണൂ എന്ന് രാജാവിനോട് അന്തഃപുര സ്ത്രീകൾ പറയാണ്. ഇനി നാരദ മഹർഷി ബർഹിസിനോട് പറയുന്നു, നാരദ ഉവാച പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യ അവധൂതാം ഭൂവി തത്സംഗ ഉന്മദിത ജ്ഞാനഃ വൈക്ലഭ്യം പരമം യയൗ. പുരഞ്ജനഃ, അപ്പോൾ പുരഞ്ജന രാജാവ് സ്വമഹിഷീം, സ്വന്തം ഭാര്യയെ നിരീക്ഷ്യ, കണ്ടു. അവധൂതാം ഭുവി, ഭൂമിയിലെ തറയിലെ ഒരു അവധൂതയെ പോലെയെന്ന്. അവധൂതന്മാരെന്ന് പറഞ്ഞാൽ ശരീരബോധം പൂർണ്ണമായും പോയവരാണല്ലേ, അവർക്ക് ശരീരബോധമില്ല. അവർ ചിലപ്പോൾ തണുപ്പത്ത് വസ്ത്രമില്ലാണ്ട് നടക്കും, ചൂടുള്ളപ്പോൾ ഒരുപാട് വസ്ത്രം, അവർക്ക് ചൂട് ഉഷ്ണം ഒന്നുമില്ല, ശരീരബോധം ഇല്ലാത്തവരെ പോലെയാണ്. അപ്പം അതേപോലെ, അതായത് തറയിൽ നിലത്ത് ആ തണുപ്പിൽ ഒരു വിരി പോലും വിരിക്കാതെ ഒരു അവധൂതയെ പോലെ, ഒരു സുഖവും എനിക്ക് വേണ്ട എന്ന പോലെ കിടക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ടിട്ട് തത്സംഗ, അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉന്മദിത ജ്ഞാനഃ, അതായത് ഉള്ളിലെ ധൈര്യമൊക്കെ ചോർന്നു പോയി എന്ന്. എന്നിട്ട് വൈക്ലഭ്യം വളരെ വലിയ പരിഭ്രാന്തിയോട് യയൗ, അദ്ദേഹം പ്രാപിച്ചു. അതായത് പരിഭ്രാന്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലായി. എന്തുകൊണ്ടാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇവളിങ്ങനെ നിലത്ത് കിടക്കുന്നത്? അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അവളുടെ അടുത്തേക്ക് ചെല്ലും തോറും ആ ഒരു ധൈര്യമൊക്കെ ചോർന്നു പോയിട്ട് വളരെയധികം പരിഭ്രാന്തി ഉള്ളവനായി എന്ന്. ശ്ലോകം 19. സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാചാ ഹൃദയേന വിധൂയത പ്രേയസ്യാ സ്നേഹ സംരംഭലിംഗം ആത്മനി ന അഭ്യഗാത്. സാന്ത്വയൻ, ഭാര്യയെ സാന്ത്വനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പുരഞ്ജന രാജാവ്. ശ്ലക്ഷ്ണയാ വാച, മധുരമായ വാക്കുകൾ, ഹൃദയേന, മനസ്സോടെ, വിധൂയത, വളരെ ദുഃഖം നിറഞ്ഞ മനസ്സോടെ മധുരമായ വാക്കുകൾ പറഞ്ഞ് പ്രേയസ്യ, തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സ്നേഹം സംരംഭലിംഗ, അപ്പോൾ അവളുടെ അടുത്ത് ചെന്ന്, ഉള്ളിൽ സങ്കടമുണ്ട് എന്നാൽ പോലും അവളുടെ അടുത്ത് ചെന്നിട്ട് അവളോട് മധുരമായ വാക്കുകളോടെ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രാജാവ്. അപ്പം രാജാവിന് അവളുടെ അടുത്ത് ചെന്നപ്പോൾ സ്നേഹ സംരംഭലിംഗം, സ്നേഹം മൂലം ഇങ്ങനെ ഒരു കോപം അവളിൽ ഉണ്ടാകാനുള്ള ലിംഗം, കാരണം എന്തെന്ന് ആത്മനി ന അഭ്യഗാത്, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ സന്തോഷത്തോடு ഇവിടെ ഇരുന്ന പത്നി തിരിച്ചു വന്നപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെ നിലത്ത് തലയും താഴ്ത്തി പിടിച്ച് കിടക്കുന്നു. അപ്പോൾ എന്താണ് സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഇങ്ങനെ ഒരു കോപം അവളുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പുരഞ്ജന രാജാവ് സങ്കടത്തോടു കൂടി ആ സങ്കടത്തെ ഉള്ളിൽ അടക്കിയിട്ട് അവളോട് മധുരമുള്ള വാക്കുകളോടെ അവളെ സാന്ത്വനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ശ്ലോകം 20. അനുനിന്യേ അധ ശനഗൈഹി വീരഃ അനുനയ കോവിദഃ പസ്പർശ പാദയുഗള ആഹ ച ഉത്സംഗലാളിതം. പസ്പർശ പാദയുഗളം ആഹ ച ഉത്സംഗലാളിതം. അനുനിന്യേ, അനുനയിപ്പിക്കാൻ തുടങ്ങിയെന്ന് രാജാവ്. അതിനുശേഷം ശനകൈ, പതുക്കെ, വീരനായ പുരഞ്ജന രാജാവ് അനുനയ കോവിദഃ, ഒരാൾക്ക് വിഷമവും പിണക്കവും ഉണ്ടെങ്കിൽ അനുനയിപ്പിക്കാൻ നല്ല മിടുക്കനായിട്ടുള്ള വീരനായിട്ടുള്ള പുരഞ്ജന രാജാവ് അവളെ അനുനയിപ്പിക്കാൻ തുടങ്ങി. അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം എന്താ ചെയ്തതെന്നോ, പസ്പർശ പാദയുഗളം, അവളുടെ കാലുമേ ഒന്നിങ്ങനെ തലോടിയിട്ട് എന്നിട്ട് ഉത്സംഗലാളിതം, എന്നിട്ട് തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് കയറ്റിയിരുത്തി ലാളിച്ചുകൊണ്ട് ആഹാ അവളോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ സങ്കടത്തിന് കാരണമെന്ന് ചോദിക്കുകയാണ്. ശ്ലോകം 21. പുരഞ്ജന ഉവാച നൂനം തു അകൃതപുണ്യാഃ തേ ഭൃത്യാ യേഷു ഈശ്വരാഃ ശുഭേ കൃതാംഗഃ സ്വാത്മാ കൃതാഗസു ആത്മാ സാത്കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ചതേ.
അപ്പോൾ രാജാവ് എങ്ങനെ അനുനയിപ്പിക്കണേന്നറിയോ ആദ്യം? അതാ ഒരു പ്രയോഗം എന്ത് രസമായിട്ടാണ് പറഞ്ഞിരിക്കണേന്ന് നോക്കൂട്ട. നൂനം തീർച്ചയാണ്, തു അകൃത പുണ്യം ഒരു ഭാഗ്യമില്ലാത്തവനാണെന്ന്. തേ അതായത് തേന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഭൃത്യന്മാരെ, യേശു ഈശ്വര ശുഭേ, ശുഭേ എന്ന് വെച്ചാൽ അല്ലയോ മംഗളസ്വരൂപിണി ശുഭമായവളെ എന്ന് വിളിച്ചിട്ട് പറയാണ്. യേശു ഈശ്വര, അതായത് ഈശ്വര എന്ന് വെച്ചാൽ യജമാനൻ. ആരാണോ ആ യജമാനനാൽ യജമാനൻ, ഇപ്പം ഭൃത്യന്മാർ തെറ്റ് ചെയ്താൽ യജമാനൻ അത് തിരുത്തി കൊടുക്കണം. അതാണ് പറയുന്നത് ഈശ്വര യജമാനൻ. യേശു അതായത് ആരുടെ കാര്യത്തിൽ, അതായത് ഭൃത്യന്മാരുടെ കാര്യത്തിൽ ശിക്ഷാദണ്ഡം ശിക്ഷ കൊടുക്കൽ ന യുഞ്ചതേ ചെയ്യാതിരിക്കുന്നത്. കൃതാഗസു ആത്മസാത്കൃത്വ അവൻ എൻ്റെ ശിഷ്യനല്ലേ അല്ലെങ്കിൽ എൻ്റെ ഭൃത്യനല്ലേ എന്ന് കരുതിയിട്ട്, അതാണ് കൃതാഗസു ആത്മസാത്കൃത്വ അവൻ എൻ്റെ ഭൃത്യനല്ലേ എന്ന് കരുതിയിട്ട്. ഒരു ഭൃത്യൻ്റെ യജമാനൻ ഭൃത്യൻ ചെയ്യുന്ന തെറ്റ് കണ്ടില്ല എന്ന് നടിച്ച് അവന് ശിക്ഷ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ തേ ഭൃത്യ അങ്ങനെയുള്ള ഭൃത്യന്മാർ തു അകൃത പുണ്യ ഭാഗ്യം കെട്ടവരാണ്, പുണ്യമില്ലാത്തവരാണെന്നും. അതെന്താ ഇവിടെ അങ്ങനെ പറയാൻ കാരണം? നീ എൻ്റെ യജമാനനും ഞാൻ നിൻ്റെ ഭൃത്യനുമാണ്. അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തന്ന് ഉപദേശിച്ച് എന്നെ തിരുത്തേണ്ടത് നീയാണ്, നിൻ്റെ ഭൃത്യനാണ് ഞാൻ, നീ എൻ്റെ യജമാനനാണ് ഭവതി. അപ്പോൾ എൻ്റെ തെറ്റുകളെ തിരുത്തി തരേണ്ടത് എൻ്റെ യജമാനനാണ്. ഏതെങ്കിലും ഒരു യജമാനൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭൃത്യന്മാർ ഭാഗ്യം കെട്ടവരാ, പുണ്യം ചെയ്യാത്തവരാണ്. യജമാനൻ തിരുത്തി കൊടുക്കുമ്പോഴാണല്ലോ ഭൃത്യന്മാർ തെറ്റു തിരുത്തി നല്ല രീതിയിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഭാഗ്യമില്ല. യജമാനൻ കാണിക്കുന്ന ആ സ്നേഹം എൻ്റെ ഭൃത്യനല്ലേ എന്ന് വിചാരിച്ച് അത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ അവർ ഭാഗ്യമില്ലാത്തവരാണ് എന്ന് ആദ്യം ഭാര്യയോട് പറയണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ എൻ്റെ യജമാനനും ഞാൻ നിൻ്റെ ഭൃത്യനുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നീ അത് തിരുത്തി തരണം, ഇല്ലെങ്കിൽ ഞാൻ ഭാഗ്യം കെട്ടവനാണ് എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. ശ്ലോകം 22. പരമ അനുഗ്രഹ ദണ്ഡോ ഭൂതേഷു പ്രഭുണാ അർപ്പിതഃ ബാലഃ ന വേദ തത് തന്വി ബന്ധുകൃത്യം അമർഷണഃ. പരമ അനുഗ്രഹദണ്ഡ ആ യജമാനൻ ആ ഭൃത്യന് കൊടുക്കുന്ന ശിക്ഷ യഥാർത്ഥത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്. ആ ഭൃത്യന് അവനൊരു വലിയ തെറ്റിൽ നിന്നും പുറത്തു കിടക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. ഭൃത്യേഷു ഭൃത്യന്മാർക്ക് പ്രഭു അവരുടെ യജമാനൻ യജമാനൻ കൊടുക്കുന്ന ഈ ശിക്ഷകൾ ആ ഭൃത്യന് വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ അതിൽ തന്വി അല്ലയോ സുന്ദരി ഭാര്യയോട് പറയണ, എന്നാൽ ഇക്കാര്യത്തിൽ അല്ലയോ സുന്ദരി കൃതം അമർഷണം അത് ഭൃത്യൻ അതിൽ യജമാനൻ ശിക്ഷിക്കുന്നതിൽ കോപം വന്നാൽ ബാലഹ ആ ഭൃത്യന്മാർ കുട്ടികളെ പോലെ അജ്ഞാനികളാണ്. ന വേദ അവർ യഥാർത്ഥ സത്യം അറിയുന്നില്ല എന്ന്. ഭൃത്യൻ്റെ തെറ്റ് യജമാനൻ തിരുത്തുമ്പോൾ അവിടെ ഭൃത്യന് വലിയൊരു അനുഗ്രഹമാണ് കിട്ടുന്നത്. അവൻ ആ തെറ്റിൽ നിന്നും കർമ്മഫലത്തിൽ നിന്നും മുക്തനാവുന്നു. അതേസമയം അത് യജമാനൻ ശിക്ഷ കൊടുക്കുമ്പോൾ ഭൃത്യന് ദേഷ്യം വരികയാണെങ്കിൽ അത് അജ്ഞാനിയാണെന്ന്, അവൻ അതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ദേഷ്യം തോന്നുന്നത്. അവൻ കുട്ടികളെ പോലെ അജ്ഞാനിയാണ് എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ നീ എൻ്റെ തെറ്റ് എന്താണ്, എന്തിനാണ് ഇങ്ങനെ കോപിച്ച് കിടക്കുന്നത്? അപ്പോൾ എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ എൻ്റെ യജമാനനാണ് നീ, അത് തിരുത്തി തരണം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ശ്ലോകം 23. സാത്വം മുഖം സുദതി സുബ്രു അനുരാഗ ഭാര വ്രീഡ വിളംബ വിലസത് ഹസിത അവലോകം നീല അളക അളിഭിഹി ഉപസ്കൃതം ഉന്നസം നഹ സ്വാനാം പ്രദർശയ മനസ്വിനി വൽഗുവാക്യം. സാത്വം അങ്ങനെയുള്ള ഭവതി അവിടുന്ന് മുഖം നിന്റെ മുഖം സുദതി മനോഹരമായ പല്ലുകളാണ്. അതായത് ഭാര്യയെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്. സുബ്രു മനോഹരമായ പുരികക്കൊടികൾ. അനുരാഗ ഭാര വ്രീഡ അതായത് പ്രണയത്താൽ ഉണ്ടാകുന്ന വ്രീഡ ലജ്ജയിൽ. വിളംബ അതായത് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന, അതായത് ആ മുഖം പ്രണയം കൊണ്ട് ലജ്ജ തോന്നിയിട്ട് മുഖം താഴ്ത്തി നിൽക്കുന്നു. വിലസത് തിളങ്ങുന്ന ഹസിത അവലോകം പുഞ്ചിരിയും കടക്കണ്ണോട്ടവുമാണ് നിന്റെ. നീല അളക അളിബിഹി കറുത്തു ചുരുണ്ട കുറുനിരകളാലും ഉപസ്കൃതം ഉന്നസം മനോഹരമായിരിക്കുന്ന ഉന്നസം ഉയർന്ന നാസിക മൂക്കും പിന്നെ സ്വാന അങ്ങനെയുള്ള നിന്റെ
പ്രദർശയ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള നിന്റെ ആ മുഖം പ്രദർശയ, മുഖമൊന്ന് ഉയർത്തി എനിക്കൊന്ന് കാണിച്ചു തരൂ. സ്വനാം എന്ന് വെച്ചാൽ നിന്റെ മനസ്സിനി, നല്ല മനസ്സുള്ളവളെ, വൽഗുവാക്യം നല്ല വാക്കുകൾ, മധുരമായ വാക്കുകൾ സംസാരിക്കുന്നവളെ, നിന്റെ ആ മുഖം ഒന്ന് ഉയർത്തിയിട്ട് നീ എനിക്കൊന്ന് കാണിച്ചു തരൂ, എന്നെ ഒന്ന് എൻ്റെ മുന്നിൽ ആ മുഖത്തെ ഒന്ന് ഉയർത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ ഇങ്ങനെ മുഖത്തിനെ വർണ്ണിച്ചുകൊണ്ട് പറയാണ്. മനോഹരമായ പല്ലുകൾ, മനോഹരമായ പുരികക്കൊടികൾ, പ്രേമത്താൽ ലജ്ജ തോന്നി തല താഴ്ത്തിയിരിക്കുന്നു, അതുപോലെ മനോഹരമായ പുഞ്ചിരി, കടക്കൺ നോട്ടം, കറുത്ത ചുരുണ്ട മുടി, മനോഹരമായ മൂക്ക്, അതുപോലെ നല്ല മനസ്സുള്ളവൾ, മധുരമായ വാക്കുകൾ പറയുന്നവൾ, അങ്ങനെയുള്ള നീ ആ മുഖമൊന്ന് നിൻ്റെ ഭർത്താവായിരിക്കുന്ന എനിക്ക് നേരെ ഒന്ന് ഉയർത്തിയിട്ട് എനിക്കൊന്ന് കാണിച്ചു തരൂ, ആ മുഖമൊന്ന് കാണിച്ചു തരൂ എന്ന് അവളോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. ശ്ലോകം 24. തസ്മിൻ ദദേ ദമം അഹം തവ വീരപത്നി യേ അന്യത്ര ഭൂസുരകുലാത് കൃത കിൽബിഷസ്തം പശ്യേന വീതഭയം ഉന്മദിതം ത്രിലോക്യാം അന്യത്ര വൈ മുരരിഭോ ഇതരത്ര തസ്മിൻ ദദേദമം അഹം തവ വീരപത്നി, അല്ലയോ വീരപത്നി, തസ്മിൻ ഇവിടെ പറയാണ്, ഇനി നിന്റെ ദുഃഖത്തിന് കാരണക്കാരായിട്ട് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതാണ് ആ പറയുന്നത്. തസ്മിൻ അവനെ, ദദേദമം അഹം എന്ന് വെച്ചാൽ ഞാൻ, ഇവിടെ ദദേദമം എന്ന് വെച്ചാൽ ശിക്ഷ നൽകാന്ന്, അവന് ഞാൻ ശിക്ഷ നൽകാം, ഞാൻ അവന് ശിക്ഷ നൽകാം. തവ ദേവിക്ക് ആരാണോ ബുദ്ധിമുട്ടുണ്ടാക്കിയത്, യഹ ഇനി ആരാണോ അവൻ, അന്യത്ര ഭൂസുര അതായത് അവൻ ഇനി ബ്രാഹ്മണൻ അല്ല, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനല്ല, ഭൂസുര കുലാത്ത് അതാണ് പറയുന്നത്. ഭൂസുരം ഭൂമിയിലെ സുരദേവന്മാരാണ് ബ്രാഹ്മണന്മാർ. അപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവൻ അന്യത്ര എന്ന് വെച്ചാൽ അല്ല എങ്കിൽ അവന് ഞാൻ ശിക്ഷ നൽകാം. കൃത കിൽബിഷസ്തം ഏതെങ്കിലും അപരാധം ചെയ്തുവോന്ന്, തവ ഭവതിയോട് ഈ രാജകൊട്ടാരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപരാധം ചെയ്തുവോ, അവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനല്ലെങ്കിൽ അവന് ഞാൻ ശിക്ഷ നൽകാം. ഇനി വേറെ ആ ബ്രാഹ്മണകുലം മാത്രമല്ല, മുരാരി ഭഗവാന്റെ ദാസാത്ത് ദാസൻ അന്യത്ര അല്ലെങ്കിൽ അവനും ഞാൻ ശിക്ഷ നൽകാം. അപ്പം 2 പേർക്ക് ഒഴിവ് കൊടുത്തു. ഭഗവാന്റെ ദാസനല്ല, അതുപോലെ ബ്രാഹ്മണനല്ല, ഈ 2 പേരെയും ശിക്ഷിക്കാൻ രാജാവിന് അധികാരമില്ല. അപ്പോൾ ഇവർ 2 കൂട്ടത്തിലും പെടാത്തവരാണെങ്കിൽ അവർക്ക് ഞാൻ ഇതരത്ര അതിനപ്പുറമുള്ളവരാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഞാൻ നൽകിക്കോളാം. അതുകൊണ്ട് ത്രിലോകം 3 ലോകങ്ങളിലും ഉന്മദിതം വീതഭയം ഒരു ഭയവും കൂടാതെ, ഉന്മദിതം ഇങ്ങനെ മതിച്ച് സന്തോഷിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ട് എന്ന് പക്ഷേ ഞാൻ കാണുന്നില്ല എന്ന്. അതായത് ദേവിയെ ദ്രോഹിച്ചിട്ട് എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ ത്രിലോകങ്ങളിൽ ആരെങ്കിലും സന്തോഷമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന്. ഞാൻ അങ്ങനെ ആരും കാണുന്നില്ല, അതാണ് പറഞ്ഞത്. അത് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരാണെങ്കിൽ ക്ഷത്രിയനെ ശിക്ഷിക്കാൻ പറ്റില്ല. ഇനി ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തനാണെങ്കിലും ശിക്ഷിക്കാൻ അധികാരമില്ല. ഈ 2 കൂട്ടത്തിലും പെടാത്ത ആരെങ്കിലും കയ്യിൽ നിന്നും ദേവിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടായെങ്കിൽ അങ്ങനെ ഒരാൾ ദേവിയെ വിഷമിപ്പിച്ചിട്ട് ഈ ലോകത്ത് എവിടെയെങ്കിലും സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എൻ്റെ കണ്ണ് വെട്ടിച്ച് ദേവിയെ വേദനിപ്പിച്ച ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അവന് ഞാൻ കടുത്ത ശിക്ഷ നൽകുമെന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 25. വക്ത്രം ന തേ വിതിലകം മലിനം വിഹർഷം സംരംഭ ഭീമം അവിമൃഷ്ടം അഭേദരാഗം പശ്യേ സ്തനൗ അഭി ശുജ ഉപഹദൗ സുജാതൗ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം. എന്നിട്ട് പറയാണ്, ഞാൻ മുന്നേ കണ്ടിട്ടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ദേവിയെ കാണുന്നത്. അതാണ് പറയുന്നത്. തേ വക്ത്രം ദേവി നിൻ്റെ മുഖം വിതിലകം അതായത് തിലകം പൊട്ടു തൊടാതെ, അതായത് തിലകമണിയാതെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. മലിനമായിട്ട്, വിഹർഷം സന്തോഷമില്ലാതെ, അതായത് സംരംഭ ഭീമം വളരെ കോപത്തോടെ, അവിമൃഷ്ട അഭേദരാഗം
അവിമൃഷ്ടം അതായത് മുഖത്ത് നോക്കുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു കാമമില്ല, അഭേദരാഗം എന്നോടൊരു സ്നേഹവുമില്ലാതെ, സ്തനൗ അഭി നിൻ്റെ സ്തനങ്ങൾ, ശുച ഉപഹതൗ സുചാതൗ അതായത് വളരെ സുന്ദരമായ ആ സ്തനങ്ങൾ, ശുച ഉപഹതൗ കണ്ണീരാൽ നനയപ്പെട്ടിരിക്കുന്നു. ഇനി ബിംബാതരം നിൻ്റെ ചുണ്ടുകളാകട്ടെ, വിഗത കുങ്കുമ പങ്കരാഗം കുങ്കുമത്തിൻ്റെ നിറമില്ലാതെയും ഞാൻ ഇതാ പശ്യേ ആദ്യമായിട്ട് കാണുകയാണ്. എന്താണ് ഇതിന് കാരണം? അല്ലയോ ദേവി, നിൻ്റെ മുഖം തിലകമില്ലാതെ മലിനമായി ഒരു സന്തോഷവുമില്ലാതെ വളരെ കോപത്തോടെ ഒരു കാമമില്ലാതെ എന്നോടൊരു സ്നേഹമില്ലാതെ നിൻ്റെ ഉടയാടകളൊക്കെ നിൻ്റെ കണ്ണീരുകൊണ്ട് നനഞ്ഞ രീതിയിലും നിൻ്റെ ചുണ്ടുകൾ അതുപോലെ ഒരു കുങ്കുമത്തിൻ്റെ നിറമല്ലാതെ വിളറി വെളുത്ത മുഖത്തോടു കൂടിയും ഞാൻ ഇതാദ്യമായിട്ട് കാണുകയാണ്. എന്താണ് അതിന് കാരണം? ശ്ലോകം 26. തത് മേ പ്രസീദ സുഹൃദഃ കൃത കിൽബിഷസ്യ സ്വൈര്യം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാ ദേവരം വശഗതം കുസുമാസ്ത്രവേക വിസ്രസ്ത പൗംസ്ന ഉഷതി ന ഭജതേ കൃത്യേ. വിസ്രസ്ത പൗംസ്നം ഉഷതി ന ഭജതേ കൃത്യേ. അപ്പം തത് മേ ആയതിനാൽ മേ പ്രസീത എന്നിൽ പ്രസാദിച്ചാലും ദേവി, സുഹൃദഃ ഞാൻ ദേവിയുടെ സുഹൃത്താണ്, കൃത കിൽബിഷസ്യ ദേവിയോട് അപരാധം ചെയ്ത ഞാൻ ദേവിയോടൊരു അപരാധം ചെയ്തു. സ്വൈര്യം ഗതസ്യ മൃഗയാം അറിയാലോ, തൻ്റെ സ്വൈര്യം സ്വന്തം ഇഷ്ടം കൊണ്ട് മൃഗത്തെ വേട്ടയാടാനായിട്ട് ഞാൻ വ്യസനാതുരസ്യ എൻ്റെ ആഗ്രഹം എൻ്റെ ആ മൃഗവേട്ടയോട് അത്യധികമായ ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ദേവിയോട് പോയി അങ്ങനെ ദേവിയോട് ഞാൻ അപരാധം ചെയ്തു. അങ്ങനെ ചെയ്ത ദേവിയുടെ സുഹൃത്തായ എന്നോട് ദേവി പ്രസാദിച്ചാലും. എന്നിട്ട് പറയാണ് ആരാണ് ദേവരം അതായത് സ്വന്തം ഭർത്താവിനെ, വശഗതം ദേവിയുടെ അതായത് ഭാര്യയ്ക്ക് വശമതനായിട്ടുള്ള ഭർത്താവിനെ, കുസുമാസ്ത്ര വേഗം അതായത് കാമദേവൻ്റെ അസ്ത്രങ്ങളാൽ തുളയ്ക്കപ്പെട്ട ഭാര്യയ്ക്ക് വശമതനായിരിക്കുന്ന സ്വന്തം ഭർത്താവിനെ ആരാണ് വിസ്രസ്ത എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ലാതാവുക, അതായത് ചിതറിത്തെറിക്കുക എന്നർത്ഥം. പൗംസ്ന എന്ന് വെച്ചാൽ ക്ഷമ, ആ ധീരത അതായത് ധീരത ചിതറിത്തെറിക്കുക എന്ന് വെച്ചാൽ അറിയാലോ, ധീരത ഇല്ലാണ്ടാവുക, ധീരതയും ശൗര്യവും ഒക്കെ ഇല്ലാതായിട്ട് ഉഷതി ഭാര്യയുടെ മുന്നിൽ ഭാര്യയ്ക്ക് വശംവദനായി വന്ന് നിന്ന് കാമാസക്തിയോടുകൂടി ഭാര്യയോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഏതൊരു ഭർത്താവിനോടാണ് ഒരു സ്ത്രീക്ക് ന ഭജേത കൃത്യേ ഇങ്ങനെ ആ ഭർത്താവിനെ ആശ്ലേഷിക്കാതിരിക്കാൻ പറ്റുകയെന്ന്. അപ്പം ദേവി എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറയുന്ന പോലെ വേറൊരു ആള് ഏതെങ്കിലും ഒരു സ്ത്രീയോട് പറഞ്ഞാൽ അവൾ ഉടനെ ഭർത്താവിനെ ആശ്ലേഷിക്കും. ഇപ്പോഴും ദേവി അത് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അതിന് കാരണം? ഏത് സ്ത്രീക്കാണ് അത് സാധിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേവിയോട് പറയാതെ നായാട്ടിന് പോയി എന്നൊരു അപരാധം ചെയ്തതിൽ ദേവി എന്നോട് ക്ഷമിക്കണം, എന്നോട് പ്രസാദിച്ചാലും. ഇതുപോലെ സ്വന്തം ഭാര്യയ്ക്ക് അടിമയായിട്ട് അല്ലെങ്കിൽ വശംവദനായിട്ട് അത്രയും സ്നേഹത്തോടും ആഗ്രഹത്തോടും കൂടി സ്വന്തം ശൗര്യവും ധീരതയും ഒക്കെ ഇല്ലാതായിട്ട് ഭാര്യയുടെ മുന്നിൽ വന്ന് ഭാര്യയെ ഇങ്ങനെ ലാളിക്കുന്ന ഒരു ഭർത്താവിനോട് ഏതൊരു ഭാര്യയാണ് അങ്ങനെ ഒരു ഭർത്താവിനെ ആശ്ലേഷിക്കാതിരിക്കുക? അപ്പോൾ ദേവി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ദേവിയുടെ ഈ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പുരഞ്ജന രാജാവ് അന്വേഷിക്കുന്നു. അതോടെ ഈ ഒരു അധ്യായം ഇവിടെ 26ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് നാളെ അധ്യായം 27. മനസ്സിലായില്ലേ?